ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുനിയാവിന്റെ പിറകെ ഓടുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുനിയാവിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്. ഈ പ്രവിശാലമായ ഭൂമി അല്ലാഹു നമുക്ക് ഒരുക്കിയത് ദുനിയാവിൽ ജീവിതം നയിക്കുന്നതിന് മാത്രമല്ല, ഈ ദുനിയാവിലൂടെ ആഖിറത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രവിശാലമായ ഭൂമി അല്ലാഹു ഒരുക്കിയത്. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഇമാമിന്റെ പുറകിൽ നിന്ന് ഓതുന്ന ആയത്ത് കേൾക്കുന്നവരാണ്. വഇലൽ അർളി കൈഫ സുതിഹത്. ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി അവൻ വിശാലമാക്കിയില്ലയോ? ശേഷം എന്താണെന്നറിയുവോ? ഫദക്കിർ, നീ ചിന്തിക്കോ സഹോദരാ. ഈ ഭൂമി അല്ലാഹു വിശാലമാക്കി തന്നത് എന്തിനാണെന്ന് നീ ചിന്തിക്കുക. ഫദക്കിർ, നബിയെ അതിനെ കുറിച്ച് ചിന്തിക്കണേ, ജനങ്ങൾക്ക് ഉത്ബോധനം നൽകണമേ. പരിശുദ്ധ ഖുർആൻ നമ്മോട് നൽകുന്ന സൂചനയാണ്. ഈ ഭൂമി നിനക്ക് വേണ്ടി നാം ഉപയുക്തമാക്കി തന്നില്ലയോ? ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വഖുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. പ്രവിശാലമായ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നടക്കുന്ന മനുഷ്യ, ഭൂമിയിലൂടെ സഞ്ചരിച്ച് യഥേഷ്ടം നീ ഭക്ഷണങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവനല്ലയോ? പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, വഇലൈഹിൻ നുശൂർ. അല്ലാഹുവിലേക്കാണ് നിന്റെ മടക്കം, അവനിലേക്കാണ് നിന്റെ മടക്കം. അവിടെയാണ് നിന്റെ സങ്കേതം, അവിടെ നിനക്ക് വിചാരണയുണ്ട്. നീ ഭൂമിയിൽ സഞ്ചരിച്ചതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഭൂമിയിൽ കുടിച്ച വെള്ളത്തെ കുറിച്ചും കഴിച്ച ഭക്ഷണത്തെ കുറിച്ചും ആഖിറത്തിൽ വിചാരണയുണ്ട്. വഇലൈഹിൻ നുശൂർ, അങ്ങോട്ടേക്ക് മടക്കം. ഖുർആനിൽ അല്ലാഹു ഇതൊക്കെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ അടുത്ത് പറയുന്നത് എന്താ? അങ്ങോട്ട് ശ്രദ്ധിച്ചോ. ആദ്യം പറഞ്ഞു ഫദക്കിർ, ചിന്തിച്ചോ. രണ്ടാമതാണ് വഇലൈഹിൻ നുശൂർ, അവനിലേക്ക് മടക്കം, സൂക്ഷിച്ചോ. فإذا قضيت الصلاة فانتشروا في الأرض واذكروا الله. നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിങ്ങൾ ഒരുമിച്ച് ഓടണമെന്നല്ല അള്ളാന്റെ ഉദ്ദേശം. നിങ്ങൾ ജമാഅത്തിന് കൃത്യമായി നമസ്കരിച്ച് ദിക്റുകളും ദുആകളും കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകണമേ, വ്യാപിക്കണമേ. ഭൂമിയുടെ ഉപരിതലത്തിലൂടെ പോയി അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ച വിഭവങ്ങൾ നിങ്ങൾ സമ്പാദിച്ചു കൊള്ളണമേ, അധ്വാനിച്ചു കൊള്ളണമേ. പക്ഷേ ഒരു കാര്യം, സമ്പാദിച്ചോ, തിന്നോ, കുടിച്ചോ എല്ലാം ചെയ്തോ, പക്ഷെ അല്ലാഹയെ ഓർക്കണം. ഒരു താക്കീത്. കൈക്കൂലി വാങ്ങുന്ന ഓഫീസിൽ എഴുതി വെച്ചേക്കും, കൈക്കൂലി കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. ഇന്ന അങ്ങനെ വാങ്ങിയാൽ ഇതാണ്, നിങ്ങൾ ഇന്ന നമ്പറിൽ വിളിച്ചാൽ മതി. സിഗരറ്റ് കുടിക്കുന്ന, ആ സിഗരറ്റ് വലിക്കുമ്പോൾ ആ സിഗരറ്റിൽ എഴുതിയിട്ടുണ്ടാകും, അതിന്റെ കവറിൽ എഴുതിയിട്ടുണ്ട്, ഇത് കഴിക്കരുത്, ഇത് കുടിക്കരുത്. ഈ സിഗരറ്റ് വലിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ മാരകമായ രോഗം ഉണ്ടാകും. കാട്ടറായി അടിക്കാൻ പോകുമ്പോഴും മണിച്ചം വാട്ടറിലും അതിന്റെയും ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇത് കുടിക്കരുത്, ഇത് കുടിച്ചാൽ നിങ്ങൾ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ്. പക്ഷെ മനുഷ്യന്മാർ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ആരെങ്കിലും ഇത് ഒഴിവാക്കുന്നുണ്ടോ? ഇവിടെ എല്ലാം താക്കീതുണ്ട്. താക്കീതില്ലാതെ എവിടെയാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ താക്കീത് നൽകുന്നുണ്ട് നമുക്ക്. ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശത്തെ, ഭൂമിയെ, നമുക്ക് ദുനിയാവിൽ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് അവസാനം അല്ലാഹു നൽകുന്നത് താക്കീതാണ് നൽകുന്നത്. ഫദക്കിർ വദ്കുറുല്ലാഹ് വഇലൈഹിൻ നുശൂർ. സൂക്ഷിച്ചോ, ചിന്തിച്ചോ, മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമിയെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ആകാശം എന്ന് പറയുന്നത്, ലോകം എന്ന് പറയുന്നത് ഒരു കളി, ചിരി, തമാശ കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا إنما الحياة الدنيا لعب وله
വഇൻ തുഅ്മിനൂ വതത്തഖൂ യുതികും ഉജൂറകും വലാ യസ്അൽകും അംവാലകും മൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅതിഹി മിൻഹാ വമൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി. പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അറിയിച്ചു തരികയാണ്, ഈ ഭൂമിയിലെ ജീവിതത്തിന് ആരൊരാൾ ഉല്ലസിക്കുന്നുവോ, ആഹ്ലാദിക്കുന്നുവോ, ഇഷ്ടപ്പെടുന്നുവോ, ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് ഒരാൾ തൃപ്തിപ്പെടുന്നുവോ, നുഅതിഹി മിൻഹാ, അവന് നാം അല്പം സുഖഭോഗങ്ങൾ മാത്രമേ നാം ദുനിയാവിൽ നൽകുകയുള്ളൂ. വമൻ കാന യുരീദുൽ ആഖിറ, ആരൊരാൾ പരലോകത്തിന് വേണ്ടി, ആരൊരാൾ ഖബറിന് വേണ്ടി, ആരൊരാൾ മഹ്ശറിന് വേണ്ടി ഒരുങ്ങുന്നുവോ, അധ്വാനിക്കുന്നുവോ, നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ അധ്വാനത്തിൽ നാം ധാരാളം നൽകുമത്രേ, ആധിക്യം നൽകുമത്രേ. അവൻ അമിതമായി ദുനിയാവിലും ആഖിറത്തിലും നാം കൂട്ടിക്കൂട്ടി നൽകും. അവന്റെ കച്ചവടമാണ് ഏറ്റവും വിജയകരമായ കച്ചവടം. അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹു ദുനിയാവിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം. ദുനിയാവിന് വേണ്ടി ആര് സമ്പാദിക്കുന്നുവോ അവർക്ക് നുഅ്തിഹിമിന, കുറച്ച് 100 കോടിയും 500 കോടിയും സാക്ഷാൽ 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥന്മാരും ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ടല്ലോ. 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥന്മാര് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നാം വിരൽ മൂക്കത്ത് വെച്ചിട്ട് പറയും, അല്ലോ എത്ര വലിയ അനുഗ്രഹം ലഭിച്ചവനാണ്. ഓ, അവൻ രക്ഷപ്പെട്ടില്ലേ? 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥൻ, അവൻ രക്ഷപ്പെട്ടില്ലേ? സ്വാഭാവികമായിട്ട് പറയും അവൻ രക്ഷപ്പെട്ടു. ഇതൊന്നും ഒരു രക്ഷയല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, നുഅ്തിഹി മിൻഹാ, നുഅ്തിഹി മിൻഹാ, കുറച്ചേ ഞാൻ കൊടുക്കുള്ളൂ. 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥനെ നോക്കിയിട്ട് അല്ലാഹു പറയാണ് നുഅ്തിഹി മിൻഹാ, അവന് നാം അല്പമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുദ്സിയായ ഹദീസിലൂടെ പറയുകയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കളും അല്ലാഹുവിന്റെ ദാസന്മാരും ദാസികളും ലൗ ഇജ്തമഉ ഫീ സഈദിൻ വാഹിദിൻ, അവർ വിശാലമായ ഒരു മരുഭൂമിയിൽ പോയി ഒരുമിച്ച് കൂട്ടം കൂട്ടമായി നിന്നുകൊള്ളട്ടെ. ഇൻസകും വജിന്നകും, നിങ്ങളുടെ എല്ലാ മനുഷ്യരും, നിങ്ങളിൽപ്പെട്ട ഭൂതവർഗവും ജിന്നുവർഗവും സകലമാന സൃഷ്ടിജാലങ്ങളും വിശാലമായ ഒരു മരുഭൂമിയിൽ പോയി അവർ നിന്നുകൊള്ളട്ടെ. വസഅലു അല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഔദാര്യം ഒരുമിച്ച് ചോദിച്ചു കൊള്ളട്ടെ. ഫൗതീതു കുല്ല മസ്അലത്തിൻ, ഓരോ വ്യക്തികളും അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അവരെന്താണോ ചോദിക്കുന്നത്, അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അത് നാം അവർക്ക് നൽകുമത്രേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കൾക്ക് അവരിഷ്ടപ്പെടുന്നത് മുഴുവനും ഞാൻ വാരിക്കോരി കൊടുത്താലും ശരി, അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്ന് അല്പം പോലും കുറയുകയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരാൾ ഒരു സൂചി, ഒരാൾ ഒരു മുട്ടുസൂചി കടലിൽ കൊണ്ടുപോയിട്ടാൽ, കടലിൽ മുക്കിയെടുത്താൽ ആ മുട്ടുസൂചിയിൽ എത്രത്തോളം വെള്ളമാണോ പെട്ടുപോയത്, അതല്ലാതെ അള്ളാന്റെ ഖജനാവിൽ കുറയുകയില്ല എന്ന് പടച്ചവൻ പറഞ്ഞതായി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു സൂചി കൊണ്ടുപോയി നമ്മുടെ ഈ കടലിലോട്ട് മുക്കിയെടുത്താൽ എത്രത്തോളം കാണും, അതിൽ എത്ര വെള്ളം കാണും? ഒരു സൂചി, നമ്മുടെ വിരലല്ല, സൂചി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആ സൂചി മുക്കിയെടുത്താൽ ഒന്നുമില്ലല്ലോ അതില്. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഈ ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാരി കോരി കൊടുത്താൽ അള്ളാന്റെ ഖജനാവിൽ നിന്ന് കുറയുന്നത് അത്രേ ഉള്ളൂ. അള്ളാന്റെ ഖജനാവിൽ നിന്ന് കുറയുന്നത് അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് അള്ളാന്റെ റസൂല് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞത്. അപ്പൊ 2000 കോടി അല്ലെങ്കിൽ 1000 കോടി 100 കോടി ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. ഇതൊന്നും അള്ളാന്റെ അടുക്കൽ വലിയ കാര്യമല്ല. നമ്മൾ ഇതെന്തോ വലിയ കാര്യമാക്കുന്നു. കോടീശ്വരൻ, കോടിപതി, ലക്ഷാധിപതി എന്നൊക്കെ നമ്മൾ വലിയ പേരിട്ട് ഓരോരുത്തരെ ഭയങ്കരമായ നിലയിൽ പുകഴ്ത്തുന്നുവെങ്കിൽ പടച്ച റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല, കേവലം
ഒരു സൂചി മുക്കിയെടുത്താൽ എത്രത്തോളം ഉണ്ടോ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പല പ്രാവശ്യമായിട്ട് ഖുർആനിലൂടെ പറയുന്നത്, ദുനിയാവിന് വേണ്ടിയാണ് നീ ജീവിക്കുന്നതെങ്കിൽ നുഅ്തിഹി മിന്ന, അല്പം നിനക്ക് ഞാൻ തരും, അല്പം അല്പം. വമൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി. ആരൊരാൾ ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുന്നുവോ, ആഖിറത്തിന് വേണ്ടി പരലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുവോ, ഖബറിന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുവോ, നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ കച്ചവടത്തിൽ നാം ലാഭം നൽകുമത്രേ. ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ കൂടുതൽ നൽകുന്ന അല്ലാഹു. അതുകൊണ്ട് അല്ലാഹു തആല ദുനിയാവിനെ പരിചയപ്പെടുന്ന ഖുർആനിന്റെ പല ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കോ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്, കളിയാണ്, വിനോദമാണ്, ചിരിയാണ്, രസമാണ്. വൈൻ തുഅ്മിനൂ വതത്തഖൂ യുതികും ഉജൂറകും വലാ യസ്അൽകും അംവാലകും. നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ച് ജീവിച്ചാൽ, അല്ലാഹുവിന്റെ വഴികളെ യാഥാർത്ഥ്യമാക്കിയാൽ, അവന്റെ വിധിവിലക്കുകളെ മാനിച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് നൽകുകയും നിങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും അവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യുമത്രേ. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ദുനിയാവിന്റെ നിസ്സാരതയെ കുറിച്ച് പറയുകയാണ്. ആരാണ് ഖബറിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ആള്? ഖബറിനകത്തുള്ള രക്ഷയ്ക്ക് വേണ്ടി ആരാണ് പ്രതീക്ഷിക്കുന്നത്? അതിനെ ആഗ്രഹിക്കുന്നത് ആരാണ്? അവിടെ രക്ഷ കിട്ടണമെന്ന് കൊതിക്കുന്നത് ആരാണ്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു തആല പറയുന്നു, ദുനിയാവില് ഒന്നുമില്ല, വളരെ തുച്ഛം, ആഖിറവാണ് വലുത്. അതിലേക്ക് വാ. മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ദുനിയാവിൽ ആണായാലും പെണ്ണായാലും കുട്ടിയായാലും വലുതായാലും ആരൊരാള് നന്മ ചെയ്യുന്നുവോ സദ്വൃത്തരാകുന്നുവോ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് നല്ല ജീവിതം അല്ലാഹു സമ്മാനിക്കുമത്രേ. അതാരും ആകട്ടെ. ഇവിടെ അല്ലാഹു വലിപ്പം ചെറുപ്പം നോക്കുന്നില്ല. പടച്ച റബ്ബിന് ഇഷ്ടം എന്ന് പറയുന്നത് അല്ലാഹയെ വഴിപ്പെടുന്നവനാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, നല്ല ജീവിതം നൽകും. നല്ല ജീവിതം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ നോക്കുമ്പോൾ വലിയ കൊട്ടാരമില്ല, വലിയ വീടില്ല, BMW ഇല്ല. പക്ഷെ എന്നാൽ അവർ സഞ്ചരിക്കുന്നത് BMW-ക്കകത്ത്. അവരെ ഏത് കൊട്ടാരത്തിലും കൊണ്ടുപോകാൻ ആളുകളുണ്ട്, അവർക്ക് എന്തും വാങ്ങിക്കൊടുക്കാൻ ആളുകളുണ്ട്. പക്ഷെ എന്നാൽ അവർക്ക് വല്ലതുണ്ടോ? ഒന്നുമില്ല. അവർക്ക് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. എല്ലാ ജനങ്ങളും അവരിലേക്ക് പോകുന്നു, അവരെ ആശ്രയിക്കുന്നു. എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ആർക്കാ പിഴച്ചത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നവർക്ക് ഒരു ന്യൂനതയും ഉണ്ടാവുകയില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. അവരെ അല്ലാഹു ഉയർത്തുകയേ ചെയ്യുകയുള്ളൂ. ദുനിയാവ് അവരുടെ പിന്നാലെ കടന്നു വരും. ദുനിയാവ് അവരുടെ പിന്നാലെ കടന്നു വരും. ദുനിയാവിന്റെ പിറകെ അവര് പോകേണ്ട കാര്യമില്ല. ദുനിയാവ് അവരെ തേടി ഓടിയെത്തും. അതാണല്ലോ ഇന്ന് ഓരോ സാദാത്തുക്കളുടെ ആരിഫീങ്ങളുടെ ഒക്കെ മുന്നിൽ കൂട്ടം ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നു. സമ്പന്നൻ അടക്കമുള്ളവർ, MLA അടക്കം, MP അടക്കം, മന്ത്രി അടക്കം അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കാണുന്നതിന് വേണ്ടി എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് പോയി കാണുന്നു. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുമ്പോ ദുനിയാവിലുള്ള ജനങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താ കുറവ്? കുറെ പണമുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇഅ്മൽ ലിദുനിയാ ബിഖദ്രി ബഖായിക ഫീഹാ വഅ്മൽ ലിൽ ആഖിറ ബിഖദ്രി മഖാമിക ഫീഹാ. ദുനിയാവിൽ നിനക്ക് ജീവിക്കുന്നതിന് വേണ്ടി കുറച്ച് നീ സമ്പാദിച്ചു കൊള്ളുക. ആഖിറത്തിലെ പരമോന്നത സഭയ്ക്ക് വേണ്ടി നീ കൂടുതൽ കൂടുതൽ പ്രവർത്തിച്ചു കൊള്ളുക. ആഖിറത്തിൽ നീ ഒറ്റപ്പെട്ടവനായിരിക്കും. നിന്നെ സഹായിക്കാൻ ആരും കാണുകയില്ല. നിന്റെ ഉപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയോ ഭർത്താവോ ആരും തന്നെ ഉണ്ടാവുക
ഉണ്ടാവുകയില്ല. നിന്റെ സഹപ്രവർത്തകര് പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കേണ്ടി വരിക. 6 അടി മണ്ണിലേക്ക് വരെ 6 അടി മണ്ണ് വരെ നിന്നെ ഖബറിനകത്തേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് സലാം പറഞ്ഞ് ദുആ ചെയ്ത് മടങ്ങുന്നത് വരെ നിന്റെ സുഹൃത്തുക്കള് നാട്ടുകാരും കൂട്ടത്തിലുണ്ടാകും. പക്ഷേ 6 അടി മണ്ണിനകത്തേക്ക് ഒറ്റപ്പെട്ട ജീവിതം നീ നയിക്കുമ്പോ ആ ഖബറിന്റെ ഓരത്ത് നിന്ന് 7 ചുവട്ടടി ജനങ്ങൾ മാറി നിൽക്കുമ്പോ അതാ 2 പേര് വരുമ്പോ നീ അനുഭവിക്കും ദുനിയാവാണോ വലുത് ആഖിറമാണോ വലുത്? ഇപ്പോൾ പറഞ്ഞാൽ കേറൂല, ഹൃദയം ചിന്തിക്കൂല, മനസ്സിനകത്തേക്ക് ഇറങ്ങുകയില്ല. കാരണം ദുനിയാവ് നമ്മളെ മൂടിക്കളഞ്ഞു പോയി. അതുകൊണ്ടാണ് പല ആവർത്തി ഖുർആനിൽ നമ്മളെ അറിയിക്കുന്നത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സീ വാലിദുൻ ഔ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ ഔ വാലിദിഹി ഷൈഅ إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور يا أيها الناس മാനവ സമൂഹത്തെ മുഴുവനുമാണ് അല്ലാഹു വിളിച്ചുകൊണ്ട് ആഖിറത്തെ പരിചയപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിശ്വാസികളെ മാത്രമല്ല. ചിന്തിക്കണേ ചിന്തിക്കണേ ചിന്തിക്കണേ. ഒരു മുസൽമാന്റെ മൃതദേഹം വൈദ്യുതി ശ്മശാനത്തിൽ കൊണ്ടുപോയി വെച്ച് കത്തിച്ച് ചാമ്പലാക്കിയാലും അവനെയും വിചാരണ ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരാളുടെ മൃതശരീരം കത്തിച്ച് ചാമ്പലാക്കി ഈ കാണുന്ന കടലിന്റെ അഗാധ ഗർത്തത്തിൽ കൊണ്ടുപോയി വിതറിയാലും അവനെയും നാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ആരാണടാ നിന്റെ റബ്ബ്, ആരാണടാ ദീനുമായി ദീനിനെ പരിചയപ്പെടുത്താൻ നിങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകൻ, ഇതിനെക്കുറിച്ച് ചോദ്യം അവനോടും ഉണ്ടാകുമെന്ന് ഖുർആനും ഹദീസും പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ലോകത്തേക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ ഉപ്പ ആരെന്ന് ആർക്കറിയാം? ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണെന്ന് ആർക്കറിയാം? ഞാൻ ഈ പള്ളത്താളന്റെ വീടെന്നും എന്റെ താമസ സ്ഥലമെന്നും ആർക്കറിയാം? ഹൈദറോസ് ജമാഅത്ത് കമ്മിറ്റിയുടെ കൂട്ടത്തിലാണ് ഞാനും ഉൾപ്പെടുക എന്നെനിക്കും നിങ്ങൾക്കും എങ്ങനെ അറിയാം? ഒരു പരിചയവുമില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ബൃഹത്തായ ലോകത്തേക്ക് നമ്മെ കൊണ്ടുവന്നുവെങ്കിൽ മനുഷ്യ നീ മരിച്ച് മണ്ണോട് ചേർന്ന് അലിഞ്ഞു ചേർന്നാലും വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നിന്നോട് ചോദ്യം ആവർത്തിക്കുകയാ. അഹസിബന്നാസ് അയ്യുത്രകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞാൻ തൊപ്പി വെച്ചത് കൊണ്ടോ, ഞാൻ ദാടി വെച്ചത് കൊണ്ടോ, എനിക്ക് നമസ്കാരത്തഴമ്പുള്ളത് കൊണ്ടോ, 5 നേരം കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്ന മുസൽമാനായത് കൊണ്ടോ എന്നോട് ചോദ്യമില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ശിക്ഷ വരികയില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? അത് അബദ്ധ ജഡിലമാണ്, അത് തെറ്റിദ്ധാരണയാണ്, അത് മൗഢ്യ ചിന്താഗതിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ് യാ അയ്യുഹന്നാസ്, മാനവ സമൂഹമേ, മാനവ സമൂഹമേ. ലോകത്തെ സകലമാന സൃഷ്ടികളെയും സകലമാന മനുഷ്യ മക്കളെയും പരിശുദ്ധ ഖുർആനിലൂടെ വിളിച്ചു പറയുകയാണ് ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കും, ഈ ലോകം നശിക്കും, ഈ ആകാശം ഇടിഞ്ഞു വീഴും, ഈ ഭൂമി അതാ വിണ്ടുകീറിപ്പോകും, ഭൂമിയുടെ ഉൾരഹസ്യം ജനങ്ങളുടെ മുന്നിൽ പരസ്യപ്പെടുത്തും. ഈ ജനങ്ങളെ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരുമിപ്പിച്ചു കൂട്ടപ്പെടും. യാ അയ്യുഹന്നാസ്, മാനവ സമൂഹമേ എന്ന് അല്ലാഹു വിളിക്കുമ്പോ ഹിന്ദുവിനെയും വിളിക്കുകയാണ്, മുസ്ലിമിനെയും വിളിക്കുകയാണ്, ജൂതനെയും വിളിക്കുകയാണ്, നസ്രാണിയെയും വിളിക്കുകയാണ്, അവർണനെയും വിളിക്കുകയാണ്, സവർണനെയും വിളിക്കുകയാണ്, കുലജാതിക്കാരനെയും വിളിക്കുകയാണ്, ജാതിയില്ലാത്തവനെയും വിളിക്കുകയാ, നിരീശ്വര നിർമ്മിത യുക്തിവാദികളെയും അല്ലാഹു വിളിക്കുകയാ. യാ അയ്യുഹന്നാസ്, ഏ മാനവ സമൂഹമേ, ഇത്തഖൂ യൗമാ,
اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا. ഇന്ന് ഉപ്പാക്ക് സുഖമില്ലെങ്കിൽ ഉപ്പായെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് മക്കളാണ്. ഓടിക്കോടി കാറും എടുത്തുകൊണ്ട് ഓടി വരികയും ഉപ്പായെ താങ്ങിയെടുത്ത് വാഹനത്തിലിട്ട് ഏതെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമോ, എന്തെല്ലാം സഹായം വേണമോ, മാതാപിതാക്കളെ സഹായിക്കാൻ മക്കൾ ഇന്ന് സന്നദ്ധരാകുമത്രേ. ഉപ്പ ഇന്ന് പട്ടിണിയാണോ? ഉപ്പയ്ക്ക് ഉടുക്കാൻ വസ്ത്രമില്ലയോ? കുടിക്കാൻ വെള്ളമില്ലയോ? ഏത് ദിക്കിൽ പോയിട്ട് സഹായിക്കാൻ മക്കൾ ഇന്ന് സന്നദ്ധരാ. ഭാര്യയെ സഹായിക്കാൻ ഭർത്താവുണ്ട്, ഭർത്താവിനെ സഹായിക്കാൻ ഭാര്യയുണ്ട്, മാതാപിതാക്കളെ സഹായിക്കാൻ മക്കളുണ്ട്. ഇതെല്ലാം ദുനിയാവിന്റെ വ്യവസ്ഥയാണ്, ദുനിയാവിന്റെ ജീവിതക്രമമാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരു ദിവസം ഇതാ നിന്നിലേക്ക് സംജാതമാകും. വഖ്ശൗ യൗമാ, ആ ദിവസത്തെ നീ ഭയപ്പെടണമേ. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ഒരു ഉപ്പാക്കും തന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല, ഒരു മക്കൾക്കും തന്റെ ഉമ്മയെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. അങ്ങനത്തെ ഒരു ദിവസം ഇതാ നിന്നിലേക്ക് വരിക തന്നെ ചെയ്യും. എന്റെ ഭർത്താവേ, എന്റെ ഭാര്യമാരെ, എന്റെ സഹോദരാ, എന്റെ സഹോദരി, ദുനിയാവിൽ നമ്മെ സഹായിക്കാൻ ആയിരങ്ങളുണ്ടല്ലോ. ഈ ജൂതെന്ന സംഘടനയുടെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പിയെടുക്കാൻ ഈ സമുദായം തയ്യാറാകുമ്പോ ആഖിറത്തിൽ ഈ സാധുക്കളെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ സമ്പന്നരെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ മാതാവിനെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ സുഹൃത്തുക്കളെ സഹായിക്കുന്നതാരാ? വലാ യജ്സി വാലിദുൻ അൻ വലദിഹി ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയാത്ത ഒരു ദിവസമാ. ആ ദിവസത്തെ ഓർക്കണമേ, ഭയപ്പെടണമേ, ചിന്തിക്കണമേ, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണമേ, അതിനുവേണ്ടി കരുതിയിരിക്കണമേ. വീണ്ടും അല്ലാഹു ഉണർത്തുകയാണ്, ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണമേ, അവനെ സ്മരിക്കണമേ, അവനെ വഴിപ്പെടണമേ, അവന്റെ വിധിവിലക്കുകളെ മാനിക്കണമേ. ഇന്ന വഅദല്ലാഹി ഹഖ്, അവന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാ. മയ്യത്ത് കട്ടിൽ വീട്ടിലേക്ക് എത്തുമ്പോ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യ, നിന്റെ അരികിലേക്ക് മാലാകമാരിറങ്ങി വരുമ്പോ മാത്രം എന്നെ ഒന്ന് മടക്കണേ അല്ലാ. ഇപ്പോഴാണ് ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്, ആഖിറത്തിന്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്, നിന്റെ വാഗ്ദാനം ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് റബ്ബിർജിഊൻ, ഒന്ന് മടക്കണേ റബ്ബേ, ഒന്ന് മടക്കണേ റബ്ബേ. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് നീ പറയും, സഹോദരാ, സഹോദരി, ഇല്ല ഇല്ല, ആ സന്ദർഭത്തിൽ നിന്റെ അപേക്ഷ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഖുർആൻ പരസ്യമായി പറയുകയാ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നേരം വെളുക്കുമ്പോ സന്ധ്യാസമയം വരെ ദുനിയാവേ, 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 സമ്പത്തെ, സമ്പത്തെ, പ്രതാപമേ, അന്തസ്സേ, അഭിമാനമേ, അധികാരമേ എന്ന് പറഞ്ഞു ഓടല്ലേ, ഓടല്ലേ, അതിന്റെ പിന്നാലെ പോകല്ലേ. ഏതെങ്കിലും ഒരു വഴിയിൽ വെച്ച്, ഏതെങ്കിലും ഒരു ദിക്കിൽ വെച്ച്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നിന്റെ മയ്യത്ത് വീണ് കിടന്നാൽ നിന്റെ സകലമാന ജീവിതവും നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, നബിയേ, നബിയേ പറയണേ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഈ ദുനിയാവിന്റെ നിസാരതയെ, ഈ ദുനിയാവിന്റെ നിന്ദതയെ അല്ലാഹു പരിചയപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തോട് പരിചയപ്പെടുത്തുകയാണ്. മരണം, മരണം, മരണം സുനിശ്ചിതമാണെന്ന് ലോകത്തോട് പറയുക. അവനെ
പ്രതീക്ഷിച്ചിരിക്കുന്ന ഖബറിനെ കുറിച്ച് ജനങ്ങളോട് ഉത്ബോധനം നടത്തണേ നബിയെ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദതി ഫയുനബ്ബിയുകും ബിമാ കുൻതും തഅമലൂൻ. ഏതൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണോ രാവിലെ ഹൈവേ റോഡിലൂടെ MC റോഡിലൂടെ നേരം വെളുക്കുന്നതിന് മുമ്പേ സുബഹി നമസ്കാരം പോലും ഖളാ ആക്കിയിട്ട് നെട്ടോട്ടം ഓടുന്ന ചെറുപ്പക്കാരാ യുവതികളെ, രാവിലെ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നവരെ, നിന്റെ അമിതമായ കൊളസ്ട്രോൾ കളയുന്നതിന് വേണ്ടിയല്ലയോ? നിന്റെ ഈ ഓട്ടം എതുവരെയാണ്, എത്രത്തോളമാണ്, എതുവരെ നീ ഓടും? നിന്റെ ശരീരത്തിന് അല്ലാഹു ഒരായുസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. നിന്റെ അജലെത്തിയോ, നിന്റെ സമയമെത്തിയോ, നിന്റെ ആയുസ് അവസാനിച്ചുവോ, അത് ഹൈവേ റോഡിന്റെ നടുവിലാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഓടുവഴികളിലൂടെയോ ഇടവഴിയിലോ എവിടെയാണെങ്കിലും റബ്ബിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. അല്പം പോലും പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുകയില്ല. അതിന്റെ യഥാർത്ഥ സമയത്ത് തന്നെ അവന്റെ ആത്മാവിനെ പിടിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ദുനിയാവേ ദുനിയാവേ എന്നുള്ള ചിന്ത കുറച്ചു മാറ്റിവെച്ച് ആഖിറമേ ഖബറേ ഖബറേ എന്ന ചിന്ത കൂടെ അയവിറക്കേണമേ അയവിറക്കേണമേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുമ്പോ ആ മഹദി അവர்கள் ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അമിത്തഅനി ബിസൗജി റസൂലില്ലാഹ് വബി അബി സുഫിയാൻ വബി അഖീ മുആവിയ. ഇന്ന് ദുനിയാവിൽ ഈ നാട്ടിൽ നിന്ന് പള്ളത്ത് നിന്ന് ഒരാൾ ദുബായിലേക്ക് യാത്ര തിരിക്കുമ്പോ ആ ദുബായിൽ യാത്ര തിരിച്ച സഹോദരന്റെ ഭാര്യയോട് ജനങ്ങൾ ചോദിക്കുന്നു, അവൻ എന്തിനാണ് ഗൾഫിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോ 2 പെൺമക്കളാണ് അവന് വളർന്നു വരുന്നത്, ഒരു വീടില്ല, ജീവിക്കാനുള്ള വഴിയില്ല, അതുകൊണ്ട് എന്റെ ഇച്ഛ പോയത് സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്, മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു കിടപ്പാടത്തിന് വേണ്ടിയാണെന്ന് ഓരോ ഭാര്യമാരും പറയുമെങ്കിൽ നാളെ ഗൾഫിൽ നിൽക്കുന്ന സഹോദരനോടൊന്ന് ചോദിച്ചു നോക്കൂ, എന്തിനാണ് സഹോദര ഈ പ്രവാസ ജീവിതം നീ നയിക്കുന്നത്? നാട്ടിൽ നിനക്ക് 500 റുപ്യ ദിവസം കിട്ടുമല്ലോ, 1000 കിട്ടുമല്ലോ എന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന, വിദേശത്ത് ജീവിക്കുന്ന, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഗൾഫുകാരനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, അതുകൊണ്ട് മിച്ചമില്ല മിച്ചമില്ല മിച്ചമില്ല, നാട്ടിൽ കിട്ടുന്ന 1000 രൂപ അപ്പോൾ തന്നെ തീർന്നു പോവുകയാണ്, എനിക്കൊരു വീട് വേണം, എന്റെ മക്കളെ കല്യാണം കഴിപ്പിക്കണം, എന്റെ ഭാര്യയുടെ രോഗവിവരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, എന്റെ ഉപ്പയെ എന്റെ ഉമ്മയെ സംരക്ഷിക്കാനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, അതിനാണ് ചുട്ടുപഴുത്ത മണൽപ്പരപ്പിലൂടെ രാപ്പകലില്ലാതെ ഞാൻ അധ്വാനിക്കുന്നതെന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരൻ പറയുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബയും പറഞ്ഞത് ഇതേ ആശയമാ. അല്ലാഹുവേ അല്ലാഹുവേ എന്റെ ഭർത്താവായ നബി തങ്ങളെ കൊണ്ട് എനിക്ക് ജീവിതത്തിന് സുഖം നൽകണമേ, എന്റെ ഉപ്പയായ അബൂ സുഫിയാനെ കൊണ്ട് ജീവിതത്തിന് സൗഖ്യം നൽകണമേ, എന്റെ സഹോദരൻ മുആവിയയെ കൊണ്ട് എന്റെ ജീവിതത്തെ നീ സുഖിപ്പിക്കണമേ പടച്ചവനെ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ കടന്നു വരികയാ. ഹബീബായ തങ്ങളുടെ ശ്രവണപുടങ്ങളിലേക്ക് ഉമ്മു ഹബീബയുടെ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുകയാണ്, അടിച്ചു വീശുകയാ. ഹബീബായ തങ്ങൾ പറയുകയാണ്, ഉമ്മു ഹബീബ ലഖദ് സഅൽതില്ലാ, നീ അല്ലാഹുവിനോട് ചോദിച്ച
ചോദിച്ചിരുന്നുവെങ്കിൽ നീ അല്ലാഹുവിനോ നീ ചോദിച്ചത് ഉമ്മു ഹബീബ നീ ചോദിച്ചത് അയ്യാമം മഅദൂദാ വഅർസാഖം മഖ്സൂമാ, നിർണയിക്കപ്പെട്ട നാളുകളെ കുറിച്ചാണ് നീ ചോദിക്കുന്നത്. അല്ലാഹു നിനക്ക് എഴുതപ്പെട്ട റിസ്കിനെ കുറിച്ചാണ് നീ ചോദിച്ചിരുന്നത്. പക്ഷേ ഉമ്മു ഹബീബ ലഖദ് സഅൽതില്ലാഹ അയ്യുആഫീകി മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബ്രി കാന ഖൈറൻ വഅഫ്ളലാ. ഉമ്മു ഹബീബ നീ ചോദിച്ചത് ദുനിയാവിന്റെ വിഭവങ്ങളാണ്, നശിച്ചു പോകുന്ന വിഭവങ്ങളാണ് നീ ചോദിച്ചത് ഉമ്മു ഹബീബ. പക്ഷേ നീ ഖബറിന്റെ രക്ഷയെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ, ആഖിറത്തിന്റെ വിശാലതയെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ, പരമോന്നത പീഠത്തെ നീ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ കാന ഖൈറൻ വഅഫ്ളലാ, അത് ഉന്നതമായിരുന്നു, അത് ശ്രേഷ്ഠമായിരുന്നു, അത് നല്ലതായിരുന്നു. ഉമ്മു ഹബീബ ലയഅജലല്ലാഹു ബിശൈഇൻ ഖബല അജലിഹി വലൻ യുഅഖിറല്ലാഹു ശൈഅൻ ബഅദ അജലിഹി. ഉമ്മു ഹബീബ, ഒരാൾക്ക് അല്ലാഹു ഒരാപത്ത് വരുത്താൻ തീരുമാനിച്ചാൽ, അവന്റെ റൂഹ് എടുക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ അല്പം പോലും മുന്തിക്കുകയില്ല, അല്പം പോലും പിന്തിക്കുകയില്ല. അത് കൃത്യമായ സമയത്ത് തന്നെ നടക്കും ഉമ്മു ഹബീബ. പക്ഷേ നീ ചോദിക്കേണ്ടത് എന്തെന്നറിയുവോ? ഒറ്റപ്പെട്ട ജീവിതമാണ് ഖബറിൽ നീ നയിക്കേണ്ടത്. ഈ റസൂലുള്ള പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കേണ്ടി വരുമല്ലോ. നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ സഹോദരങ്ങളോ നമ്മുടെ കുടുംബക്കാരോ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട ആരുടെ മണ്ണിൽ കിടക്കുന്ന ആ ഒരു സന്ദർഭത്തെ കുറിച്ചാണ് നീ ചോദിച്ചിരുന്നതെങ്കിൽ അത് നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമാകുമായിരുന്നു ഉമ്മു ഹബീബ. അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മഹദിയായ അവിടുത്തെ ഭാര്യയോട് പറഞ്ഞുവെങ്കിൽ, ഇന്ന് നമ്മുടെ ഭാര്യമാരുടെ ആഗ്രഹം എന്താണ്? എനിക്കൊരു വീട് വേണം, എനിക്കൊരു സ്ഥാപനം വേണം, എനിക്കൊരു ജോലി വേണം, എനിക്കൊരു വാഹനം വേണം, ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇതല്ലേ എന്റെ പൊന്നു പെങ്ങന്മാരെ നിങ്ങളുടെ ആഗ്രഹം? എന്റെ പൊന്നു സഹോദരങ്ങളെ നമ്മുടെ ആഗ്രഹം? ദുനിയാവിൽ പളപളപ്പല്ലേ ആഗ്രഹിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന് ആ ഖബറിനെ കുറിച്ചുള്ള ബോധമുള്ളത് കൊണ്ടല്ലേ സ്വന്തം ഭാര്യയോട് പോലും താക്കീത് ചെയ്തിട്ട് പറഞ്ഞത്, ഉമ്മു ഹബീബ ഖബറിനെ കുറിച്ച് ഓർക്കണേ, ഖബറിനെ കുറിച്ച് ഓർക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിജനാസ, ഒരു ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ സവിധത്തിലൂടെ സമീപത്തുകൂടെ കടന്നുപോയപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുസ്തരീഹുൻ ഔ മുസ്തറാഹും മിൻ. ഇന്ന് എത്രയെത്ര മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും നമ്മൾ പറയാറുണ്ടോ? അവൻ ഇന്നലെ മരിച്ചു, അവൻ വണ്ടി ഇടിച്ചു മരിച്ചു, അവൻ വിദേശത്ത് വെച്ച് മരിച്ചു, അവൻ മരിച്ചിട്ട് ഒരു മാസം ഫ്രിഡ്ജിലായിരുന്നു, ഇപ്പോഴാണ് അവന്റെ മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നത്. ഈ വിശേഷമല്ലാതെ മറ്റാഖിറത്തെ കുറിച്ചുള്ള വിശേഷം പറയാറുണ്ടോ? ആരെങ്കിലും പറയുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണിത്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, മുസ്തരീഹുൻ ഔ മുസ്തറാഹും മിൻഹു, ഒന്നുകിൽ അവൻ രക്ഷപ്പെട്ടു, അതല്ലെങ്കിൽ അവനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, മൽ മുസ്തരീഹു യാ റസൂലല്ലാഹ് വമൽ മുസ്തറാഹു മിൻഹു യാ റസൂലല്ലാഹ്. ആരാണ് നബിയെ മുസ്തരീഹ്? ആരിൽ നിന്നാണ് ലോകം രക്ഷപ്പെട്ടത്? ആരിൽ നിന്നാണ് ഈ വ്യക്തി രക്ഷപ്പെട്ടത്? ആരാണ് രക്ഷപ്പെട്ടത്? അങ്ങ് വ്യംഗ്യമായി പറഞ്ഞല്ലോ നബിയെ. അതിന്റെ വിശദീകരണം, വ്യാകരണം നൽകണം ഹബീബേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിക്കുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പോകുന്ന മയ്യത്ത് വിശ്വാസിയാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മയ്യത്താണ്. ഈ പള്ളിക്കാട്ടിലേക്ക് പോകുന്നതെങ്കിൽ മയസ്തരീഹു മിൻ തഅബിദ് ദുനിയാ വഅദാഹാ ഇലാ റഹ്മത്തില്ലാഹ്
ഒരാൾ മരിച്ചാൽ നാം പറയുന്ന വാക്ക് അയാൾ മരിച്ചുപോയി, ആ മുസ്ലിമീങ്ങളാണെങ്കിൽ ചത്തുപോയി, അയാൾ വടിയായി അല്ലെങ്കിൽ അയാൾ വെടിയായി, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരു മരണത്തെ നിങ്ങൾ ആ വാക്കുകൊണ്ട് വിലയിരുത്തരുത്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാൾ മരിച്ചാൽ അവൻ മരിച്ചിട്ടില്ല, അവൻ താമസം മാറ്റിയതാണ്, താമസം മാറിയതാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് അള്ളാന്റെ കാരുണ്യത്തിലേക്ക് അവൻ താമസം മാറിയതാണ്, യാത്ര തിരിച്ചതാണ്. ഇതാണ് ഒരു മുസൽമാൻ മരിച്ചു എന്ന് കേട്ടാൽ പറയേണ്ടത്. അള്ളാഹുവിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. നമ്മൾ മരിച്ചു, മരണമടഞ്ഞു, മൃതിയടഞ്ഞു, നിര്യാതനായി, ഇല്ലാത്ത വലാ മുസീബത്ത് പേരുകളെ കൊടുക്കും. റഹ്മത്ത് കൊണ്ടുള്ള ദുആ നമ്മൾ ചെയ്യാറില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കാണ് അള്ളാഹുന്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം പറയും. ഗൾഫിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അറബികൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവന്റെ വാപ്പാക്കും അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ, അല്ലെങ്കിൽ മരിച്ചുപോയ മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ, അതേ പറയുള്ളൂ. റഹ്മത്തിലേക്ക് പോയി, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പോയി. ഇതാണ് ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പറയേണ്ടത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു, അയാൾ ഇന്നലെ വടിയായി, ആവശ്യമില്ലാത്തൊരു വാക്ക്, മൂക്കി പഞ്ഞു വെച്ചു, കാല് കൂട്ടിക്കെട്ടി, ഇതുപോലുള്ള വാക്കുകളാണ് ഒരാൾ മരണപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത്. നമ്മൾ പറയേണ്ട നല്ല വാക്ക്. ഉറുദുക്കാരെ ഇന്തിഖാൽ ഹോഗയ, ഇന്നാള് മരിച്ചുപോയി എന്ന് പറയുന്ന ഇന്ന് ഇന്തിഖാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ യാത്ര തിരിച്ചു, ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയപ്പോ അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ ലക്ഷ്യം? ഒന്നുകിൽ യസ്തരീഹു മിൻ തഅബി ദുനിയാ മിൻ അദാഹാ ഇലാ റഹ്മത്തില്ലാഹ്, ദുനിയാവിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും, ദുനിയാവിന്റെ വേദനകളിൽ നിന്നും, ദുനിയാവിന്റെ അസ്വസ്ഥതകളിൽ നിന്നും, ദുനിയാവിന്റെ എല്ലാ സകലമാന പ്രശ്നങ്ങളിൽ നിന്നും അവനതാ രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ അതൊരു അവിശ്വാസിയാണെങ്കിൽ, ഒരു മോശമായ സ്വഭാവക്കാരനാണ് മരിച്ചതെങ്കിൽ, പലിശക്കാരനാണ്, കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, നാട്ടിൽ അഹങ്കാരത്തിന് കൂട്ടി നിൽക്കുന്നവനാണ് മരിച്ചുപോയതെങ്കിൽ, യസ്തരീഹു മിൻഹുൽ ബിലാദു വശജറു വൽ ഉബ്ബാദു വദ്ദവാബ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ അഹങ്കാരിയിൽ നിന്ന് നാട് രക്ഷപ്പെട്ടിരിക്കുകയാണ്, കാലികൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്, വൃക്ഷങ്ങളും സസ്യങ്ങളും രക്ഷപ്പെട്ടിരിക്കുകയാണ്, നാട്ടുകാർ മുഴുവനും ആ വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതാണ് അള്ളാന്റെ റസൂല് പറഞ്ഞതിന്റെ ആശയം. ആദ്യമായി അള്ളാന്റെ റസൂല് പറഞ്ഞതിൽ നാം ഉൾപ്പെടണം. രണ്ടാമതായി പറഞ്ഞതിൽ ഉൾപ്പെട്ടു പോകരുത്. അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന വാക്കുകളാണ്. ഒരു കള്ളുകുടിയൻ കുടിച്ച് നാട്ടിന് മൊത്തം പ്രശ്നം, എന്നും വഴക്ക്. അയാൾ മരിച്ചുപോയാല് നാട്ടുകാരെന്താ പറയാ? ഓ കഷ്ടപ്പെടച്ചോനെ, മരിച്ചുപോയല്ലോ റബ്ബേ, ഒരു 10 വർഷം കൂടെ നീ ആയുസ് കൊടുത്തില്ലല്ലോ അള്ളാഹു. ആരെങ്കിലും അങ്ങനെ പറയോ? ഓ ആ വല ചത്ത് കിട്ടി, പടച്ചോനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാലോ എന്നല്ലേ പറയുള്ളൂ? അങ്ങനെയല്ലേ പറയുള്ളൂ? നാട്ടിൽ ഒരു അഹങ്കാരിയായ ഭരണാധികാരി, ഒരു തെമ്മാടിയായ ഭരണാധികാരി നാട് ഭരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഭരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ മഹല്ല് ഭരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാമം ഭരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നു, എന്തുവാകട്ടെ, നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടമില്ല. ഈ ചങ്ങാതി മാറയില്ല, അവ മരിച്ചുപോലും നാട്ടുകാർ പറയുന്ന വാക്കെന്താ? അൽഹംദുലില്ലാ, നമ്മുടെ പള്ളി സലാമത്തായി, നമ്മുടെ നാട് സലാമത്തായി, നമ്മുടെ പഞ്ചായത്ത് സലാമത്തായി, നമ്മുടെ വീട് സലാമത്തായി എന്ന് പറയൂലേ? യസ്തരീഹു മിൻഹുൽ ഇബാദ് വൽ ബിലാദ് വശജറു വദ്ദവാബ്. രണ്ട് കൂട്ടരാണ് മയ്യത്ത് കെട്ടിൽ കിടന്നിട്ട് പോകുന്നത്. നല്ല വാക്കുകൾ നമുക്ക് കിട്ടണം, നല്ല വാക്കുകൾ നമുക്ക് കിട്ടണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇദാ ഉളിയാത്തിൽ ജനായിസു ഫഹതമലഹർ റിജാലു അലാ അനാഖിഹിം ഖാലത് യാ വൈലഹും ഐന തദ്ഹബൂന ബിഹാ. ഓർക്കണേ സഹോദരങ്ങളെ, വെറുതെ ഒരു മതപ്രഭാഷണം വർഷം തോറും വെച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്നത് എന്താണെന്ന് ഉൾക്കൊള്ളണേ. പ്രസംഗം വിലയിരുത്തല്ലേ. ഇന്ന വ്യക്തിയുടെ പ്രഭാഷണമാണെങ്കിൽ നമുക്ക് പോകാമെന്നല്ല നിങ്ങൾ വിലയിരുത്തേണ്ടത്. ഇവിടെ ആരുടെയും വിലയിരുത്തലുകൾക്ക് നമുക്കിവിടെ പ്രാമുഖ്യമില്ല, അതിനിവിടെ പരിഗണനയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്കാണ് ഇവിടെ പരിഗണന. ഈ പ്രഭാഷണം നടത്തുന്ന അബൂബക്കറും എന്നെ ശ്രവിക്കുന്ന പള്ളത്തുകാരും കാസർഗോട്ടുകാരും നാം മരിച്ചു പോകുമെന്ന ഉത്തമ ബോധത്തോടെയാണ് ഈ പ്രഭാഷണം കേൾക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരാള് മരിച്ചു വീണ് കഴിഞ്ഞാൽ ആ മയ്യത്ത് ജനങ്ങൾ വന്ന് പൊതിഞ്ഞ് കുളിപ്പിച്ച് വൃത്തിയാക്കി പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഫൈൻ കാനത്ത് ഗൈറ സാലിഹാ, ആ മയ്യത്ത് അള്ളാഹുവിനെ ധിക്കരിച്ച മയ്യത്താണ്, നമസ്കാരമില്ലാത്ത മയ്യത്താണ്, പലിശ വാങ്ങിയ മയ്യത്താണ്, മദ്യപിച്ച മയ്യത്താണ്, ലോട്ടറി ടിക്കറ്റ് എടുത്ത് ജീവിതം നയിച്ച മയ്യത്താണ്, ആരാന്റെ സ്വത്തുകളും പണവും അപഹരിച്ചെടുത്ത മയ്യത്താണ്, ആരാനെ വഞ്ചിച്ച് കാശുണ്ടാക്കിയ മയ്യത്താണ്, കളവ് പറഞ്ഞ് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയ മയ്യത്താണ്. ആ മയ്യത്താണ് ജനങ്ങളുടെ തോളിലേറ്റി വെച്ച് കൊണ്ടുപോകുന്നതെങ്കിൽ ആ മയ്യത്ത് അതിന്റെ അവകാശികളോട് വിളിച്ചു പറയും അത്രേ, അഖിറൂനി അഖിറൂനി യാ വൈലഹും യാ വൈലഹും. എന്നെ കൊണ്ടുപോകുന്നവരെ, എന്നെ താങ്ങിക്കൊണ്ടു പോകുന്നവരെ, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം. അഖിറൂനി, എന്റെ വീട്ടിലേക്ക് മടക്കണേ, എന്റെ സ്വദേശത്തേക്ക് മടക്കണേ, എന്റെ നാട്ടിലേക്ക് മടക്കണേ, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ. ആരറിയുന്നു, ആര് കേൾക്കുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലയോ ഇത്? എല്ലാവരും ചുമലിലെടുത്ത് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അവന്റെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഈ മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് അഹങ്കാരിയായ മയ്യത്ത് വിളിച്ചു പറയുകയാ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ, അഖിറൂനി അഖിറൂനി. നല്ലവനാണ്, നമസ്കാരമുള്ളവനാണ്, പലിശ ഒഴിവാക്കിയവനാണ്, ഹറാം ഒഴിവാക്കിയവനാണ്, അല്ലാഹയെ ഭയപ്പെട്ട് ജീവിച്ച മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് കൊണ്ടുപോകുന്നവരോട് വിളിച്ചു പറയുകയാ, ഖദിമൂനി ഖദിമൂനി, താമസിപ്പിക്കല്ലേ, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ, വേഗത്തിൽ കൊണ്ടുപോകണേ. അവൻ രണ്ട് രീതിയിലായിരിക്കാം ആ മരണത്തെ അവൻ നേരിടുക. ഒന്ന് നല്ല അവസ്ഥയിൽ, അല്ലെങ്കിൽ മോശമായ അവസ്ഥയിൽ. ഈ രണ്ടാലൊരു മരണമായിരിക്കും നാം നേരിടുക. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഖബറിന്റെ കാലൊച്ചകളിലേക്ക് നമ്മുടെ വിഷയം കടക്കുകയാണ്. ഇതുവരേക്കും ഞാൻ അതിന്റെ മുഖപുരകളാണ് പറഞ്ഞു വെച്ചത്. ഇനി നാം ഖബറിലേക്ക് അല്പം പോകാം. ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് മരണമാണല്ലോ നമ്മുടെ വിഷയം. ആ മരണത്തിലൂടെയാണ് ഖബറിലേക്ക് പോവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ ദുനിയാവിൽ വെച്ച് മരിക്കുമ്പോ അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാണാതെ മരിക്കുകയില്ല. ലൻ യഖ്റുജ അഹദുകും മിനദ് ദുനിയാ ഹത്താ യഅലമ ഐന മസീറുഹു വഹത്താ യറാ മഖ്അദഹു മിനൽ നാരി ഫിൽ ജന്ന കമാ ഖാല റസൂലുള്ളാഹി. ദുനിയാവിൽ വെച്ച് ഒരാൾ മരിക്കുമ്പോ ഖബറിലേക്ക് പോകുന്നതിന് തയ്യാറെടുപ്പാണ് അവന്റെ മരണമെങ്കിൽ ആ മരണത്തെ വരിക്കുന്നതിന് മുമ്പ് അവൻ എവിടേക്കാണ് പോവുക എന്ന് അവൻ ആദ്യമായി കാണുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരാളും ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോവുകയില്ല. ഒന്നുകിൽ അവൻ സ്വർഗസ്ഥനാണെങ്കിൽ ആ സ്വർഗം കാണാതെ, അതല്ലെങ്കിൽ നരകവാസിയാണെങ്കിൽ ആ നരകം കാണാതെ. ദുനിയാവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോവുകയില്ല. അല്ലാഹു അക്ബർ.
രണ്ടാലൊരു കാര്യം ഉറപ്പ്. ഇവിടെ വെച്ച് തന്നെ റിസൾട്ട് തരികയാണ്. ഒന്നുകിൽ നീ പോകുന്ന ഓക്കെ അല്ലേ, ഗൾഫിലേക്ക് പോകുമ്പോ കാസർഗോഡ് എംബസിയുടെ പാസ്പോർട്ട് കൊണ്ടുപോകുമ്പോ അടിച്ചു കിട്ടിയാ ഓക്കെ, ഇറങ്ങിയാലും ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാലൊന്ന് ഉറപ്പ് അല്ലേ, രണ്ടാലൊന്ന് ഉറപ്പ്. ഒന്നുകിൽ കബൂലാവും, ഇല്ലെങ്കിൽ തിരിച്ചടിക്കും. രണ്ടാലൊന്ന് ഉറപ്പ് എന്നതുപോലെയാണ് ഒരാൾ മരിക്കാറായിട്ട് കിടക്കുമ്പോ മലക്കുകൾ വരുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. 3 കാര്യം ഒരാൾ മനസ്സിലാക്കിയേ മതിയാവും. 3 കാര്യം മരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ അനുഭവിക്കുന്നത് 3 അവസ്ഥയാണ്. ഒന്ന് ഷിദ്ദത്തുൻ നസ്അ, പിടിയുടെ കാഠിന്യത. ഒരാളുടെ റൂഹിനെ പിടിക്കുന്ന കാഠിന്യത. നല്ല അവസ്ഥയിലാണെങ്കിൽ നല്ല രീതിയിൽ, മോശമായ അവസ്ഥയിലാണെങ്കിൽ ആ രീതിയിൽ. അതൊക്കെ ഞാൻ നേരത്തെ പല പ്രഭാഷണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ പരിസരങ്ങളിലൊക്കെ. ഇനി അതൊക്കെ ഒന്ന് ആവർത്തിച്ച് സമയം കളയുന്നില്ല, കാരണം ഖബറിനകത്തുള്ള സംഭവങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒന്ന് ഷിദ്ദത്തുൻ നസ്അ, അവന്റെ പിടുത്തം. നല്ലവനാണെങ്കിൽ നല്ല നിലയിൽ പിടിക്കും, മോശക്കാരനാണെങ്കിൽ അടിച്ചു ഒതുക്കിട്ടേ പിടിക്കുള്ളൂ. നല്ലവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും കൊടും കുറ്റവാളി അഹങ്കാരി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും പോലീസിന്റെ നയം എങ്ങനെയാണ്? രണ്ട് രീതിയിലാണല്ലോ. VIP അറസ്റ്റ് ചെയ്യുമ്പോൾ മാന്യമായിട്ട് പിടിച്ചോണ്ട് പോകും. അതല്ലാത്തവനെ അറസ്റ്റ് ചെയ്ത പെടലിക്ക് 2 കൊടുക്കും, ചെവിക്കുന്നത്തിന് 2 കൊടുക്കും, 2 കുത്തു കൊടുക്കും. വിദേശത്ത് ഗൾഫിലൊക്കെ സൗദിയിലാണെങ്കിൽ ഇങ്ങനെ ഇടിക്കാം, ഇവിടെ നോക്കിട്ട് 2 ഇടിയാണ് ഇടിക്കുക. ചങ്കിന് ഇടിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ചങ്കെന്ന് പറഞ്ഞാൽ ഹൃദയം, ഇവിടെ ചങ്കെന്ന് പറഞ്ഞാൽ കഴുത്ത. കാസർഗോട്ടുകാർക്ക് ചങ്ക് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നെഞ്ചിനകത്ത് വേദന എന്നാ. ഇവിടെ ചങ്ക് വേദന എന്ന് പറഞ്ഞാൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ഇവിടുത്തെ കുഴപ്പം. അപ്പൊ അങ്ങനെയാണ് പറയാ. അപ്പൊ 2 പാർട്ട്. എന്തായാലും ഇടി ഉറപ്പ് ഇവിടെയാ, ഹാർട്ട് ഇടത്ത് സൈഡായിരിക്കുന്നത്. അപ്പൊ സൗദിയിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഇടി കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ്. നല്ല ഒരെണ്ണം നോക്കി ഇട്ട് തരും. അവൻ ജീവിച്ചാൽ പാരി ചോദിക്കാൻ ആരെല്ലാം അവിടെ പോയിട്ട് സമരം നടത്താൻ വല്ലതും പറ്റുമോ? സമരം നടത്താൻ ഓടിയൊക്കെ പോയി അപ്പളെ തുപ്പാക്കി തീർന്നു, അവന്റെ ഇടപാട് തീർന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ 3 രീതിയാണ്. ഒന്ന് ഷിദ്ദത്തുൻ നസ്അ, പിടുത്തം. നല്ലൊരു പിടുത്തം അവന് പിടിക്കും, വല്ലാത്തൊരു പിടുത്തമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പിടുത്തത്തിന്റെ കാഠിന്യത ഓർത്തിട്ട് നബിതങ്ങൾ പോലും ദുആ ചെയ്തു പോയി. അല്ലാഹുവേ ഈ സക്രാത്ത് ഹാല് നീ എളുപ്പമാക്കണമേ, വേഗത്തിലാക്കണമേ.